പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രസന്നിധിയിലാണ് ഇപ്പോഴുള്ളത്. ഇതാണ് പയ്യാവൂർ ഗ്രാമം. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ പയ്യാവൂർ. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള വിൽപ്പനക്കാരുടെ കച്ചവട കേന്ദ്രങ്ങളാണ് ഈ കാണുന്നത്. ശ്രീ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൻ്റെ തുല്യ പ്രാധാന്യമുള്ള ഒരു ശിവക്ഷേത്രമാണ് പയ്യാവൂർ ശിവക്ഷേത്രം. ഇവിടുത്തെയും പ്രതിഷ്ഠ സ്വയംഭൂവായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് കുംഭം 10-ാം തീയതി ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസമാണിന്ന്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ പ്രവേശന കവാടത്തിലൂടെ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുകയായി. ഇവിടെ ഇപ്പോൾ പഞ്ചവാദ്യം നടക്കുകയാണ്. ക്ഷേത്രോത്സവം കൊടകരും തദ്ദേശവാസികളും ചേർന്നാണ് നടത്താറ്. അതുകൊണ്ട് തന്നെ കൊടകരുടെ സാന്നിധ്യം ഇവിടെ വളരെ പ്രശസ്തമാണ്. വളരെയധികം കൊടകരുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ കാണുന്ന സ്ത്രീജനങ്ങളെല്ലാം കൊടക് നിവാസികളാണ്. നെയ്യമൃതുകാർ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി നെയ്യ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന് ശേഷം ചുടലനൃത്തം ചെയ്ത് വ്രതം മുറിക്കുന്ന കുഴിയടുപ്പാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന നെയ്യ് അഭിഷേകം, അതിനെ സമർപ്പിക്കാനായിട്ടുള്ള നെയ്യ് എഴുന്നള്ളിക്കുന്നത് നമ്പ്യാർ സമുദായത്തിൽ കുറുപ്പ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതേ വിഭാഗക്കാർ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും നെയ്യമൃത് എടുക്കുന്ന ആൾക്കാർ. അതേ രീതിയിലുള്ള വ്രതം അനുഷ്ഠിച്ച് ഏകദേശം 1 മാസക്കാലം വ്രതം അനുഷ്ഠിച്ച് നെയ്യ് എടുത്ത് സമർപ്പിക്കുന്ന രീതിയാണ് ഈ ക്ഷേത്രത്തിലുമുള്ളത്. കൊടകുവാസികളുടെ കോമരമാണ് മുന്നിൽ കാണുന്ന ആൾ. കൊടകരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമാണ്. ഉത്തരമലബാറിലെ അതിപ്രശസ്തമായ പയ്യാവൂർ ശിവക്ഷേത്രം ഭഗവാൻ ശിവൻ അർജുന് പാശുപതാസ്ത്രം നൽകുന്നതായാണ് സങ്കല്പം. ഈ സ്ഥലത്ത് നിന്ന് സ്വയംഭൂവായിട്ടാണ് ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിലെ നിത്യനിവേദ്യ കാര്യങ്ങൾ നടത്തുവാനായി ഭഗവാൻ നേരിട്ട് കൊടകിൽ പോയി 2 പ്രശസ്തമായ കുടുംബക്കാരെ ഏൽപ്പിക്കുകയുണ്ടായി. അപ്രകാരം കൊടകർ വന്ന് 1 മാസക്കാലത്തേക്കുള്ള നിത്യനിവേദ്യത്തിനുള്ള സാധനങ്ങളുമായാണ് അവർ കാളപ്പുറത്ത് വരുന്നത്. അവർ വന്നാണ് ഇവിടെ ക്ഷേത്രോത്സവം നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ 10ാമത്തെ ദിവസമാണിന്ന്. ഇന്നോടുകൂടി കൊടകർ ഇവിടുന്ന് മടക്കയാത്രയായി. അതിനുശേഷമുള്ള ബാക്കിയുള്ള ക്ഷേത്രോത്സവം നടത്തുന്നത് തദ്ദേശീയരായ നാട്ടുകാരാണ്. മാത്രമല്ല ക്ഷേത്ര ഭാരവാഹികളും ചേർന്നാണ് ക്ഷേത്രോത്സവം നടത്തുന്നത്. ഈ മുന്നിൽ കാണുന്ന കെട്ടിടം കൊടകർക്ക് വേണ്ടിയാണ്. അവർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കുവാനും വേണ്ടിയുള്ള ബിൽഡിംഗ് ആണിത്. ക്ഷേത്രത്തിൽ പ്രസാദ സദ്യ കൊടുക്കുന്ന സമയമാണിത്. ഇത് പ്രത്യേക കൗണ്ടർ കൊടകർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കൗണ്ടറാണ്. തദ്ദേശീയരായുള്ളവർക്ക് വേണ്ടിയുള്ള കൗണ്ടർ അതിൻ്റെ മറുഭാഗത്താണ്. അവിടെ വലിയ ജനക്കൂട്ടമാണുള്ളത്. ഈ കാണുന്നത് താഴത്തമ്പലമാണ്. താഴത്തമ്പലത്തിലാണ് ഭഗവാൻ ശിവൻ്റെ തിടമ്പ് സൂക്ഷിക്കുന്നത്. ഇവിടുന്ന് തിടമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. പയ്യാവൂർ മഹാദേവ ക്ഷേത്രം വളരെ ചെറുതും അതിപ്രശസ്തവുമായ ഒരു ക്ഷേത്രം തന്നെയാണ്. ശിവഭഗവാൻ ഇവിടെ സ്വയംഭൂവായിട്ടാണ് കുടികൊള്ളുന്നത്. വേറെ ശിവലിംഗമോ പ്രതിഷ്ഠകളൊന്നും ഇല്ലാത്തതിനാൽ ഇവിടെയുള്ള തിടമ്പ് ഈ താഴത്തമ്പലത്തിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. താഴത്തെ അമ്പലത്തിൽ നിന്ന് തിടമ്പ് മുകളിലത്തെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതാണ് തിടമ്പ് എഴുന്നള്ളത്ത്. ആ ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മുഖ്യ പ്രാതിനിധ്യം വഹിക്കുന്നത് കൊടകന്മാരുടെ സാന്നിധ്യം തന്നെയാണ്. കൊടകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പരമ്പരാഗതമായ വസ്ത്രവിധാനത്തോടുകൂടി കൊടകരെല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തിൽ. നമ്മളെ വസ്ത്രവിധാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ തലപ്പാവണിഞ്ഞ് ഒരു ഓവർകോട്ടും അരയിലൊരു കത്തിയും വെച്ച് അതിമനോഹരമായ ഒരു ഡ്രസ്സ് അണിഞ്ഞാണ് കൊടകർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നെയ്യമൃതാണ്. നെയ്യമൃതുകാർ രാവിലെ തന്നെ നെയ്യ് സമർപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഓമനക്കാഴ്ച, കൊടകന്മാരുടെ തിരിച്ചുപോക്ക്, ചുടല നൃത്തം എന്നിവ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്, വിശിഷ്ട ചടങ്ങുകളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അവിഭാജ്യഘടകമായ കൊടകന്മാർ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടേതായ പരമ്പരാഗതമായ ഡ്രസ്സ് ധരിച്ചാണ് അവർ വരുന്നത്. ആ വരവ് തന്നെ കാണുമ്പം നല്ല രാജ്യമുള്ള വരവാണ്, ഒരു രാജകീയമായ വേഷം. കൊടകർ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഒരു 19 കാളയുടെ അകമ്പടിയോടുകൂടിയാണ്. അതിൽ ക്ഷേത്രത്തിൻ്റെ നിവേദ്യത്തിനാവശ്യമായ അരിയും കൊണ്ടാണ് ഇവർ വരുന്നത്. ഇന്ന് ഇവ ക്ഷേത്രത്തിനോട് അവർ വിടുവാങ്ങുകയാണ്. ഇന്നത്തെ ചടങ്ങുകൾക്ക് ശേഷം, ഓമനക്കാഴ്ചകൾക്ക് ശേഷം ഇവർ ഈ ക്ഷേത്രത്തിനോട് വിടുവാങ്ങും. അവരുടെ കാളയും കൂട്ടി തിരിച്ചു പോകും. വെളുത്ത ഫുൾക്കയ്യൻ ഷർട്ടിൻ്റെ മുകളിലായി ഒരു കോട്ട്, കറുത്ത കോട്ട്, ഒരു ഹാഫ് സ്ലീവ് കോട്ട്, അരയിലൊരു പട്ട, ഒരു വർണ്ണപ്പകിട്ടോടു കൂടിയുള്ളൊരു പട്ടിയും, തലയിലൊരു അതിമനോഹരമായ തലപ്പാവും, അരയിലൊരു കത്തിയും, ഒരു വർണ്ണമനോഹരമായ ചെയിന് ഘടിപ്പിച്ചൊരു കത്തിയും. അതിമനോഹരമായ ദൃശ്യമാണ് കൊടകന്മാരുടെ രാജകീയ വേഷം. ആന, നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നുണ്ട്. തിടമ്പെഴുന്നള്ളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആന വരുന്നത്. ക്ഷേത്രമുറ്റത്തേക്ക് ആന വരുന്നു. തന്ത്രിമുഖ്യൻ ആനക്ക് പഴം നൽകുകയാണ്. അതിനുശേഷം തിടമ്പ് ആനപ്പുറത്ത് വെച്ച് ഈ ക്ഷേത്രത്തിന് വലം വെച്ചാണ് എഴുന്നള്ളിക്കുന്നത്. ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് വെച്ചതിന് ശേഷം ക്ഷേത്രത്തിന് വലം വെച്ച് എഴുന്നള്ളിച്ച് വരികയായി.
പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിലെത്തിയിരിക്കുകയാണിപ്പോൾ. ഭഗവാന്റെ തിടമ്പ് ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുകയായി. വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിക്കുന്ന രണ്ട് സംസ്ഥാനത്തിലുള്ള ജനങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ആഘോഷമാണ് പയ്യാവൂർ ഊട്ടു മഹോത്സവം. രണ്ട് ദേശക്കാരുടെ വസ്ത്രവിധാനത്തിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. ഈ ഭാഗത്തായി, അതായത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായി പടിഞ്ഞാറൻ നടയിലാണ് ഇപ്പോൾ തിടമ്പുള്ളത്. അവിടെയാണ് പഞ്ചവാദ്യം കൊട്ടുന്നത്. ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് തിടമ്പും പഞ്ചവാദ്യവും പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള, കിഴക്ക് ഭാഗത്തായിട്ട് കൊടകരുടെ പ്രത്യേക രീതിയിലുള്ള ഒരു നൃത്തമാണ് നമ്മളിവിടെ കാണുന്നത്. ചില സമയങ്ങളിലായി തുള്ളിക്കോട് അവർ ക്ഷേത്ര നടയിൽ വന്ന് അട്ടഹസിക്കുന്നതും കാണാം, തിരിച്ചു പോകുന്നതും കാണാം. ഇങ്ങനെ കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു നൃത്തത്തിൻ്റെ രീതി. പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ കൂട്ടുത്സവത്തിൻ്റെ ഭാഗമായി 10-ാം തീയതി, അതായത് കുംഭം 10-ന് നടക്കുന്ന വിശേഷപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വില്ലാളി വീരനായിരുന്ന അർജുനൻ പണ്ട് പാശുപതാസ്ത്രത്തിനായി തപസ് ചെയ്തത് ഇവിടെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി അർജുനന് പാശുപതാസ്ത്രം നൽകിയത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു എന്ന് പറയപ്പെടുന്നു. തിടമ്പെഴുന്നള്ളത്തിന് ശേഷം നടക്കുന്നത് നെയ്യമൃതുകാരുടെ വ്രതം മുറിക്കുന്നതാണ്. അതായത് കുഴിയടുപ്പിൽ അവരുടെ ചുടല നൃത്തമാണ് അടുത്തേക്ക് നമ്മൾ കാണാൻ പോകുന്നത്. തിടമ്പ് തലയിലെത്തി തിടമ്പ് നൃത്തം നടത്തുകയാണ്. ആന ക്ഷേത്രത്തിൽ നിന്നും വിടവാങ്ങി. തിടമ്പ് നൃത്തം കഴിയുന്നതോടുകൂടി നെയ്യമൃതുകാരുടെ ചുടല നൃത്തം തുടങ്ങുകയായി.
നൃത്തം ചെയ്യുന്നത് നെയ്യമൃതുകാരാണ്. നെയ്യമൃതുകാരുടെ ഒരു മാസമായി ഇരിക്കുന്ന വ്രതം ഈ ചുടല നൃത്തത്തോടുകൂടിയാണ് അവർ അവസാനിപ്പിക്കുന്നത്. ആദ്യം കോമരവും അതിന് പുറകിലായി നെയ്യമൃതുകാരും കുഴിയടുപ്പിലേക്ക് ഇറങ്ങി ഓടുന്നതാണ് ചുടല നൃത്തം. ഒരു മാസമായി അതികഠിനമായ വ്രതത്തിലൂടെ നീങ്ങുകയായിരുന്ന നെയ്യമൃതുകാരുടെ വ്രതം അവസാനിപ്പിക്കുന്ന അവസാന ചടങ്ങാണ് ഇത്. തീ അണയാത്ത അടുപ്പിലൂടെ ഓടുകയായിരുന്ന അവർ ഒരു നിമിഷത്തിലേക്ക് അവരില്ലാതായി ഭഗവാനായി മാറുന്ന ഒരു ഭക്തി നിർഭരമായ ഒരു ദൃശ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ നിറകണ്ണുകളോട് കൂപ്പുകൈകളുമായി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. മഹാദേവ എന്ന ഒരു മന്ത്രോച്ചാരണം മാത്രമാണ് ദേവസന്നിധിയിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഹൃദയസ്പർശിയായ ഒരു കാഴ്ച തന്നെയാണിത്. നിറകണ്ണുകളുമായി മാത്രം കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു കാഴ്ച. നെയ്യമൃത് വ്രതക്കാർ മുഴുവനും ഓങ്കാര ശബ്ദം മുഴക്കി ഇരു കൈകളും തൊഴുകൈകളായും മുകളിൽ ഉയർത്തി ഭഗവാനെ ധ്യാനിച്ച് കുഴിയടുപ്പിൽ നിന്നും ഭസ്മം എടുത്ത് തിരുനെറ്റിയിൽ പൂശിയതിനു ശേഷം ക്ഷേത്രസന്നിധിയിൽ നിന്നും വിടവാങ്ങുകയാണ്. ക്ഷേത്രസന്നിധിയിലുള്ള ഭക്തരെല്ലാവരും തന്നെ കുഴിയടുപ്പിൽ നിന്നും ഭസ്മമെടുത്ത് തിരുനെറ്റിയിൽ തിലകം ചാർത്തിയാണ് ക്ഷേത്രസന്നിധിയിൽ നിന്നും വിടവാങ്ങുന്നത്. ആരുടെയും കരളലിയിപ്പിക്കുന്നതും ഭക്തിനിർഭരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ചുടല നൃത്തം. ക്ഷേത്രസന്നിധിയിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ ഓമനക്കാഴ്ചയുടെ വരവിന് സമയമായി. ചൂളിയാട്ട് ദേശക്കാരുടെ ഓമനക്കാഴ്ചയാണ് ഇനി ക്ഷേത്രത്തിലേക്ക് വരാൻ പോകുന്നത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഒരു ചടങ്ങാണ്. കുംഭം 10 ഇന്നേ ദിവസമാണ് ഇത് നടക്കുന്നത്. ഇതിനു മുമ്പുള്ള 9 ദിവസങ്ങളിലും ദേശനിവാസികളുടെ കാഴ്ചയും തിടമ്പനൃത്തവും ഉണ്ടായതാണ്. പഴക്കൊലയുമായാണ് കുംഭം 10-ാം തീയതി ഓമനക്കാഴ്ചക്കായി എഴുന്നള്ളിക്കുന്നത്. വ്രതശുദ്ധിയോടുകൂടി ചൂളിയാട്ടുകാർ 5 കുഴികളിലായി കുംഭം 6-ാം തീയതി പഴുപ്പിക്കാൻ വെച്ച പഴക്കൊലകളുമായി
വാദ്യഘോഷങ്ങളോടുകൂടി മുത്തുക്കുടയേന്തി ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടം കെട്ടിയ ആനസഹിതമാണ് ഓമനക്കാഴ്ചയുടെ വരവ്. ഓമനക്കാഴ്ച വരുന്നതിന് മുന്നേടിയായി കൊടകന്മാരും 2-3 ദിവസമായി താമസിക്കുന്ന സ്ഥലം നമുക്കൊന്നെ കാണാം. കൊടകരും അവരുടെ കാളകളും. ഇതാണ് ആ സ്ഥലം. കൊടകരും അവരുടെ 19 കാളകളും അവരുടെ വാഹനങ്ങളും ഇവിടെയുണ്ട്. എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 10-60 കിലോമീറ്റർ നടന്ന് കാട് വഴിയാണ് അവർ കൊടകിലെത്തുന്നത്. നമുക്ക് ഇതിൽ ഒരാളുമായിട്ട് അവരുടെ യാത്രാവിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. അങ്ങനെ കന്നഡയിലോ മലയാളം അമ്പലത്തിൽ ഒരു 2-3 ദിവസമായിട്ട് പയ്യന്നൂർക്ക് നമ്മളൊരു നേർച്ച കൊടുക്കാനായിട്ട് നേർച്ച കൊടുക്കാൻ പോന്നാ വന്നിട്ടുണ്ട്. അത് ശരി. അല്ല ഇനി കൊടകിലേക്കല്ലേ പോവാ? ഇപ്പോൾ കൊടകിലേക്ക് പോകും. നടന്നിട്ടാ പോവാ? നടന്നിട്ടാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? ഒരു 10-50 50 കിലോമീറ്റർ. രാത്രിയാവും. ഇന്ന് പോകാനാവില്ല, നാളെ വീട്ടിലെത്തും. നാളെ വീട്ടിൽ 50 കിലോമീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ വന്നിട്ട് എത്രയായി? നമ്മളിപ്പോൾ വന്നിട്ടിപ്പോൾ ഇന്നലെ ഒരു ആൾക്ക് ഇവിടെ ആയിരുന്നു. ഒരു 3 ദിവസം. 3 ദിവസമായി. 3 ദിവസം എന്താ പരിപാടിക്ക് വന്നിട്ട്? അമ്പലത്തിലെ പരിപാടി. പെണ്ണുങ്ങളിലും എല്ലാ ജെൻസാ? ലേഡീസ് ഉണ്ടല്ലോ കുറെ കൊടകിന്റെ ഉണ്ട്. അവർ ഉത്സവത്തിന് വരുന്നതാണ്. അവർ ഉത്സവത്തിനാണ്. ഓക്കെ. ക്ഷേത്രോത്സവത്തിന് വന്ന കാളകളെല്ലാം മടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഇവരെല്ലാം ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ നടന്നിട്ടാണ് പോവുക. ഇതെല്ലാം കൊടകന്മാരാണ്, അവരെ കാളയും. ഉത്സവത്തിന് വന്ന ആൾക്കാരും കൊടകുന്ന വന്ന ആൾക്കാരാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായി വന്ന കാളയും. ഓമനക്കാഴ്ച ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്തി. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ഓമനക്കാഴ്ചയുടെ വരവായി. ഏകദേശം 250 പേര് അടങ്ങുന്ന ഒരു ടീമാണ് ഈ ഓമനക്കാഴ്ചയായി ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. ആനയും വെഞ്ചാമരവും മുത്തുക്കുടയും കൂടി 250, ഏകദേശം 250 പേരടങ്ങുന്ന ഒരു സംഘം പഴക്കൊലയുമായാണ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്.
ഓമനക്കാഴ്ച സമർപ്പണം കഴിയാറായി. ഇനി കൊടകരുടെ തിരിച്ചു പോക്കാണ്. കൊടകർ അവരുടെ കാളയുമായി തിരിച്ച് കൊടകിലേക്ക് യാത്രയായി. പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ കൂട്ടുത്സവത്തിൻ്റെ ഭാഗമായുള്ള 10-ാം തീയതിയുള്ള വിശേഷപ്പെട്ട ചടങ്ങുകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഗുഡ് ബൈ. ഉത്സവം കണ്ട് മടങ്ങുന്ന തിരക്കാണ്. പയ്യാവൂർ നഗരം മുഴുവനും ജനസമൃദ്ധമാണ്. പൂഴിയിട്ടാൽ നിലത്ത് വീഴില്ല എന്ന് പറയുന്നില്ല. അതേമാതിരി ഇത്രയധികം ജനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് തന്നെയാണ് സംശയം. ബിൽഡിങ്ങിൻ്റെ എല്ലാം മരത്തിൻ്റെ മുകളിൽ പോലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന് ഉത്സവത്തിൻ്റെ യോമന കാഴ്ചകളും കുടകന്മാരുടെ തിരിച്ചുപോക്കെല്ലാം കണ്ട് ആസ്വദിച്ച് മടങ്ങുകയാണ് വീട്ടിലേക്ക്. നേരെ മുമ്പിലുള്ള ബിൽഡിങ്ങിൻ്റെ 3-ാം നിലയിൽ പോലും ജനനിബിഡമാണ്. പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് നമ്മൾ ഈ കാണുന്നത്. അതിമനോഹരമായ ചുറ്റിനും കൽപ്പടകളാൽ കെട്ടിയിട്ട് അതിമനോഹരമായ ക്ഷേത്രക്കുളം.